Hi guys, welcome back to another video of Pharmaloga. Today we will discuss about 5th semester B.Pharm. അഞ്ചാമത്തെ സെമ്മിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ മെഡിസിനൽ കെമിസ്ട്രി 2. കണ്ടോ, ഇത്രയും 5 വിഷയങ്ങളാണ് അഞ്ചാമത്തെ സെമ്മിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് സബ്ജക്റ്റ് ഈസ് മെഡിസിനൽ കെമിസ്ട്രി 2, അതിന് പ്രാക്ടിക്കൽ ഇല്ല. സെക്കൻഡ് സബ്ജക്റ്റ് ഈസ് ഫോർമുലേറ്റീവ് ഫാർമസി. തേർഡ് സബ്ജക്റ്റ് ഈസ് ദ ഫാർമക്കോളജി 2. ഫോർത്ത് സബ്ജക്റ്റ് ഈസ് ദ ഫാർമകോഗ്നോസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 2. ഫിഫ്ത്ത് സബ്ജക്റ്റ് ഈസ് ദ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. അപ്പം പഴയതും പുതിയതുമായിട്ട് കുറേ സബ്ജക്ട്സ് ഉണ്ട് ഫിഫ്ത്ത് സെമ്മിൽ. 3 പ്രാക്ടിക്കലേ ഉള്ളൂ. ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിനും പ്രാക്ടിക്കൽ ഇല്ല. കണ്ടല്ലോ, ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെയാണ് ഫിഫ്ത്ത് സെമിസ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് സബ്ജക്റ്റ്, ദാറ്റ് ഈസ് മെഡിസിനൽ കെമിസ്ട്രി 2. മെഡിസിനൽ കെമിസ്ട്രി 1 കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. ഒരു ഐഡിയ കാണും ഇതിൽ എന്തായിരിക്കും എന്നുള്ളത്, അല്ലേ? We will all study about the structures, the synthesis and reactions of the drugs. കണ്ടോ, antihistaminic agents, anti-anginal drugs, diuretics, anti-hypertensive agents, local anesthetics, drugs used in CHF, like that many classifications and structures are to be studied in this subject. Histamine receptors and their distribution in human body. For example, ഇപ്പം ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ, റാബിപ്രസോൾ, ഇതിനൊക്കെ സ്ട്രക്ചേഴ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. അപ്പോൾ ജനറൽ സ്ട്രക്ചർ കാണും, അത് പഠിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഈസി സബ്ജക്റ്റ് ആയിരിക്കും മെഡിസിനൽ കെമിസ്ട്രി. ഓക്കെ, ദിസ് സബ്ജക്റ്റ് ഈസ് ഡിസൈൻ ടു ഇമ്പാർട്ട് ഫണ്ടമെൻ്റൽ നോളജ് ഓൺ ദി സ്ട്രക്ചർ, കെമിസ്ട്രി ആൻഡ് തെറാപ്യൂട്ടിക് വാല്യൂ ഓഫ് ഡ്രഗ്സ്. The subject emphasizes on structure-activity relationships of drugs, importance of physicochemical properties, and metabolism of drugs. The syllabus also emphasizes on chemical synthesis of important drugs under each class. ഇപ്പം നമ്മൾ ഓരോ ക്ലാസ്സിലെ സിലബസിൽ എന്തൊക്കെ ഡ്രഗ്സിൻ്റെ സ്ട്രക്ചേഴ്സ് പേരൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാത്തിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിക്കേണ്ടതാണ്. എക്സ്പെഷ്യലി ഇപ്പം മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഫാർമക്കോളജിയിലും അതിൻ്റെ അഡ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, ആ ഒരു കൈനറ്റിക്സും ഡൈനാമിക്സും ഒക്കെ പഠിക്കാനുണ്ട്. സോ ആ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ മെഡിസിനൽ കെമിസ്ട്രിക്കും ഫാർമക്കോളജിക്കും ഒരേ പ്രാധാന്യം കൊടുത്ത് വേണം എല്ലാം പഠിക്കാനായിട്ട്. സോ പ്രാക്ടിക്കൽ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് മെഡിസിനൽ കെമിസ്ട്രി 2. പിന്നെ നമ്മുടെ റെക്കമെൻഡഡ് ബുക്സും കാര്യങ്ങളാണ് പറഞ്ഞത്. മെഡിസിനൽ കെമിസ്ട്രി 1 നമ്മൾ നോക്കിയ പോലെ തന്നെ സെം ടെക്സ്റ്റ് ബുക്സ് കാണും. അതുപോലെ തന്നെ റെമിങ്ടൺസ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസും ഇന്ത്യൻ ഫാർമക്കോപ്പി റെഫർ ചെയ്യാം. ഫോയിസ് പ്രിൻസിപ്പിൾ ഓഫ് മെഡിസിനൽ കെമിസ്ട്രി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ബർഗേഴ്സ് മെഡിസിനൽ കെമിസ്ട്രി വോളിയം 1-4, ഇൻട്രൊഡക്ഷൻ ടു പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രഗ് ഡിസൈൻ സ്മിത്ത് ആൻഡ് വില്യംസ്, ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രാക്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി AI വോഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ആൻറ്റി ഡയബറ്റിക് ഏജൻറ്റ്സ്, അതിൻ്റെ കീഴിലുള്ള ഓരോരോ ടോപ്പിക്സ്, ഇപ്പം ടോൾബ്യൂട്ടമൈഡ്, എന്താണ് ക്ലോർപ്രോപ്പമൈഡ്, അങ്ങനെ ഓരോന്നിൻ്റെയും ഇപ്പം സിലബസിൽ കൊടുത്തിട്ടുണ്ട് ചില ഡ്രഗ്സിൻ്റെ സിന്തസിസ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയുള്ള സംഭവം സ്ട്രക്ചേഴ്സ് എഴുതി പഠിക്കുക. ആൻഡ് യു നീഡ് ടു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏത് മെക്കാനിസം ഓഫ് ആക്ഷൻ, സിന്തസിസ്, അങ്ങനെയൊക്കെ നോക്കി അത് പഠിച്ച് തറവാക്കുക. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മെഡിസിനൽ കെമിസ്ട്രി. ഓക്കെ, നെക്സ്റ്റ് ഈസ് അവർ സെക്കൻഡ് സബ്ജക്റ്റ്, ഫോർമുലേറ്റീവ് ഫാർമസി. ഫോർമുലേറ്റീവ് ഫാർമസി നമ്മൾ B.Pharm ചരിത്രത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്നൊരു വിഷയമാണ്. അതായത് ഫോർമുലേറ്റീവ് ഫാർമസി എന്ന ഒരു പേര്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ ഫാർമസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് നോക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വകയിൽ ബന്ധുവായിട്ടാണ് ഈ ഫോർമുലേറ്റീവ് ഫാർമസിയും വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസും അതിലുള്ള ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്, കോസ്മെറ്റിക്സ്, എയറോസോൾസ്, ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും എക്സാമ്പിൾസും ഡിഫക്റ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തിയറി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, വി വിൽ ഡു. സോ നമുക്കത് എന്താ പറയുക ചെയ്യാനൊക്കെ നമുക്ക് ടാബ്ലറ്റ്സിൻ്റെ കോട്ടിങ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ലാബിൽ. ഓക്കെ, ഇപ്പോൾ പെല്ലറ്റ്സ്, പാരൻ്റൽ പ്രൊഡക്ട്സ്, പാക്കേജിങ് മെറ്റീരിയൽ സയൻസ്, പ്രീ ഫോർമുലേഷൻ സ്റ്റഡീസൊക്കെയാണ് ഫോർമുലേറ്റീവ് ഫാർമസിയിൽ പഠിക്കുന്ന ടോപ്പിക്സ്. ഓക്കെ,
So this subject will enable the students to understand and appreciate the influence of the pharmaceutical additives and various pharmaceutical dosage forms on the performance of the drug product. Pre-formulation studies-ൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ടാബ്ലറ്റ്സിൻ്റെ എവറിത്തിങ്, ഇപ്പം ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ, ഫോർമുലേഷൻ ആൻഡ് എക്യുപ്മെൻറ്റ്സ്, മെത്തേഡ്സ്, എവറിത്തിങ് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. അല്ല ടാബ്ലറ്റ്സിൻ്റെ ഡിഫക്റ്റാണ് വി ആർ ഗിവൺ ഇൻ ദ റൈറ്റ് സൈഡ് കേട്ടോ. പിക്കിംഗ്, ക്യാപ്പിംഗ്, മോഡലിംഗ്, ബൈൻഡിങ്, ഷേപ്പ്, ക്രാക്കിംഗ്, ചിപ്പിംഗ് കണ്ടോ. ഇതൊക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാബ്ലറ്റ് ഡിഫക്ട്സ്, ക്യാപ്സ്യൂൾസിൻ്റെ മാനുഫാക്ചറിങ്ങും ഇപ്പം ഹാർഡ് ജിലാറ്റിൻ ക്യാപ്സ്യൂൾസ്, സോഫ്റ്റ് ജിലാറ്റിൻ ക്യാപ്സ്യൂൾസും പഠിക്കുന്നുണ്ട്. പെല്ലറ്റ്സ്, പിന്നെ ഒരു ഫോർമുലേഷൻ ഓഫ് ദി ഇഞ്ചെക്ഷൻസ് നമ്മളെ ലാബിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ കണ്ടോ, ഇതൊക്കെയാണ് പ്രാക്ടിക്കൽസ് നമ്മുടെ ഫോർമുലേറ്റീവ് ഫാർമസിയുടെ. പ്രിപ്പറേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസ്, സിറപ്പ്, ക്രീം ഒക്കെ. പിന്നെ റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോംസ് ടാബ്ലറ്റ്സ് വോളിയം 1 to 3 ബൈ H.A. ലെയർമാൻ ലാക്മാൻ ആൻഡ് J.B. സ്ക്വാഡ്സ്. അതുപോലെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഫാർമസി ബൈ ലെയർമാൻ ആൻഡ് ലാക്മാൻ. ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോം പാരൻട്രൽ മെഡിക്കേഷൻ വോളിയം 1 and 2. അപ്പം ഈ ഒരു സെമ്മിൻ്റെ ഫോർമേറ്റീവ് ഫാർമസി എന്ന് പറഞ്ഞ് മാത്രം ഒരു ബുക്ക് റെഫർ ചെയ്താൽ എല്ലാം നമുക്ക് നല്ലോണം കിട്ടത്തില്ല. വി നീഡ് ടു റെഫർ മെനി ബുക്സ്. ടാബ്ലറ്റ്സിന് വേണ്ടി ഒരു ടെക്സ്റ്റ് കാണും, അതുപോലെ പാരൻട്രൽസ്, ക്യാപ്സ്യൂൾസിനൊക്കെ ഓരോരോ ടെക്സ്റ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ടാബ്ലറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് വരണം. അതെങ്ങനെയാണ് ആ മെഷീൻ വർക്ക് ചെയ്യുന്നത്, ആ ഡിഫക്റ്റ് ഏത് കളറാണ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇപ്പം യൂട്യൂബിൽ അത് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്തപ്പോൾ നല്ല വീഡിയോസ് കാണുമല്ലോ. ഇപ്പോൾ ക്യാപ്സ്യൂൾ മാനുഫാക്ചറിങ് ഇങ്ങനെ ഇടുന്നു, അതിങ്ങനെ ഓരോരോ മെത്തേഡ് വഴി ഇങ്ങനെ വരുന്നു, ലാസ്റ്റ് ക്യാപ്സ്യൂൾ കിട്ടുന്നു. ഒരു സോഫ്റ്റ് ജാറ്റിൻ ക്യാപ്സ്യൂൾ എങ്ങനെയാണ് അതിൻ്റെ കാണുന്നത്, അതുപോലെ ഹാർഡ് ജാറ്റിൻ ക്യാപ്സ്യൂൾ എങ്ങനെ ഇരിക്കുന്നത്. വി നീഡ് ടു സ്റ്റഡി വിത്ത് വിഷ്വൽ വീഡിയോസ്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് പെല്ലറ്റ്സ് എങ്ങനെയാണ്, ഇഞ്ചെക്ഷൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലാതെ ജസ്റ്റ് തിയറി ആയിട്ട് നോട്ട് എടുക്കുന്നു, ചുമ്മാ കാണുന്ന സെൻറ്റൻസ് പഠിക്കുന്നു, അങ്ങനെ ആവരുത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ ഫോർമുലേറ്റീവ് ഫാർമസി. ആൻഡ് ദ തേർഡ് സബ്ജക്റ്റ് ഈസ് അവർ ഫാർമക്കോളജി. ഓക്കെ, ഫാർമക്കോളജി 1 പഠിച്ചവർ ഒരിക്കലും 2 മറക്കില്ല. ദ തിങ് ഈസ് ദാറ്റ്, അതായത് 1 മറക്കത്തില്ല, 2, 3 എവറിത്തിങ്. നമുക്ക് അടുത്ത സെമ്മിന് 3 പഠിക്കാനുണ്ട്, ഫാർമക്കോളജി 3. അപ്പം ഇതൊക്കെ മറക്കത്തില്ല. നമ്മൾ അതുപോലെ പ്രാക്ടിക്കലും തിയറിയൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. നമ്മൾ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, ആൻറ്റി അഞ്ചനൽ, ആൻറ്റി അരിത്മിക് ഡ്രഗ്സ്, ആൻറ്റി ഹൈപ്പർലിപ്പിഡമിക് ഡ്രഗ്സ്, എല്ലാത്തിൻ്റെയും ക്ലാസിഫിക്കേഷനും ഡൈനാമിക്സും കൈനറ്റിക്സും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സ്, ഫിബ്രിനോലൈറ്റിക്സ്, ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ്, ദെൻ ആൻറ്റി ഗോഡ് ഡ്രഗ്സ്, ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സ്, തൈറോയ്ഡ് ഹോർമോൺസ്, ഡ്രഗ്സ് ആക്ടിങ് ഓൺ യൂട്രസ്, ടൈപ്സ് ഓഫ് ബയോഅസേ ഒക്കെ നമ്മൾ we are dealing in this subject. Okay, so pharmacology is intended to impart the fundamental knowledge on the various aspects like classification, mechanism of action, therapeutic effects, clinical uses, side effects and contraindications of drugs acting on different systems of body, and in addition emphasizes on the basic concepts of bioassay. And the practicals of the pharmacology will deal with effects of drugs on ciliary motility or the effects of drugs on rabbit eye, bioassay of the agonist, example acetylcholine on the chikungunya by the 3-point assay or bracketing method അല്ലെങ്കിൽ മാച്ചിങ് മെത്തേഡ് വഴി നമ്മൾ ചെയ്യും, ഓർ ഇൻ്റർപൊളേഷൻ മെത്തേഡ് വഴി നമ്മൾ ബയോഅസേ പെർഫോം ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ടോപ്പിക്സിലെ പ്രാക്ടിക്കലിൻ്റെ അതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതായിരിക്കും. അതാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളവിടെ ഡ്രഗ് ക്ലിക്ക് ചെയ്യും, അത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം അത് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഐ റൈറ്റ് ഐ കണ്ടോ ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും റാബിറ്റ്സിൻ്റെ കണ്ണിൽ അതെന്ത് ചെയ്തു എന്നുള്ളത്. കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, നമുക്ക് ഈസിലി പാസ്സാവാൻ പറ്റും. ഓക്കെ, ഫാർമക്കോളജിയിൽ ലാബാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ചിക്കനീലിയത്തിൻ്റെ ഒരു
കാണുമ്പോഴേ വി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ആ ഒരു ബയോ അസേയുടെ ഒരു വേൾഡാണത്. പിന്നെ നമ്മളിവിടെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്സൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമ്മിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്സ് തന്നെ ഇവിടെ പഠിക്കുന്നത്. മോഡേൺ ഫാർമക്കോളജി വിത്ത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ബൈ ചാൾസ് ആർ ക്രെയ്ഗ് ആൻഡ് റോബർട്ട്. അതുപോലെ കുൽക്കർണി SK ഹാൻഡ് ബുക്ക് ഓഫ് എക്സ്പെരിമെൻ്റൽ ഫാർമക്കോളജി വല്ലഭ് പ്രകാശൻ. നമ്മൾ സ്ഥിരം നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ മെഡിക്കൽ ഫാർമക്കോളജി ബൈ പത്മജ ഉദയകുമാർ, അതും കാണും. ഓക്കെ അല്ലേ? ദിസ് ഇസ് ഓൾ അബൌട്ട് ദി തേർഡ് സബ്ജക്റ്റ്. ഇനി നമുക്ക് നാലാമത്തെ വിഷയത്തിലോട്ട് പോകാം. അതാണ് ഫാർമക്കോഗ്നോസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 2. കണ്ടോ, നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. The main purpose of this subject is to impart the students the knowledge of how the secondary metabolites are produced in the crude drugs, how to isolate and identify and produce them industrially. നമ്മൾ യൂണിറ്റ് 1 കണ്ടോ എന്തൊക്കെ പഠിക്കുന്നതെന്ന്? ഷിക്കിമിക് ആസിഡ്, അസിഡിക് പാത്വേ, അമിനോ ആസിഡ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഫൈറ്റോ കോൺസ്റ്റുവൻസ്, ഈ കൊടുത്തിട്ടുള്ള എവറി ഡ്രഗ്സ് വി നീഡ് ടു സ്റ്റഡി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉണ്ടോ? ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ചെടികൾ, അതിൻ്റെ എക്സ്ട്രാക്ഷൻ, മാസറേഷൻ, ഡികോക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്, വി ആർ ഓൾ ഡീലിംഗ് വിത്ത് എവറി മെത്തേഡ്സ്. അതുപോലെ തന്നെ ആൽക്കലോയിഡ്സ്. ഇപ്പം ആൽക്കലോയിഡ്സ് തന്നെ വി ക്യാൻ സ്റ്റഡി 6 ഡ്രഗ്സ്. ഇപ്പോൾ വിങ്ക, റവോൾഫിയ, ബെലഡോണ, ഒപ്പിയം, എഫിഡ്ര, സിങ്കോണ. പിന്നെ ടാനിൻസ് തന്നെ കാറ്റച്ചു, ടെറോകാർപ്പസ്. റസിൻസിലെ ബെൻസോയിൻ, ഗുഗുൾ, ജിഞ്ചർ, അസഫോയിറ്റഡ, മിർ, കോളോഫോണി. അങ്ങനെ ഇഷ്ടംപോലെ ഡ്രഗ്സ് നമുക്ക് കോഗ്നോസിൽ പഠിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ ബയോളജിക്കൽ സോർട്സ്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, അതുപോലെ അഡൾട്ടറൻസ്, യൂസസ്, കെമിക്കൽ ടെസ്റ്റ്, മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ, മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഒരു ഐഡിയ കിട്ടിയല്ലോ. പേടിക്കാനൊന്നുമില്ല, അന്നന്ന് പഠിച്ചു പോയാൽ മതി. പിന്നെ സിലബസുമായിട്ട് നല്ല ടച്ച് ഉണ്ടായിരിക്കണം. സിലബസിലുള്ള ടോപ്പിക്സും അതിൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ആൽക്കലോയിഡ് പറയുമ്പോൾ തന്നെ ഓക്കെ അതിൻ്റെ കീഴിൽ 6 ഡ്രഗ്സ് പഠിക്കാനുണ്ട്, ഇതൊക്കെയാണ്. ഒരു ഡ്രഗ് കാണുമ്പോൾ തന്നെ അതിൻ്റെ സോഴ്സ് ഇതാണ്, അത് ഇന്ന ആൽക്കലോയിഡിൻ്റെ കീഴിലുള്ളതാണ് എന്നുള്ളതും മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? പിന്നെ ഇതിന് നമുക്ക് എന്തുണ്ട്? പ്രാക്ടിക്കൽസ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്ട്രാക്ഷനൊക്കെ ഉണ്ട്. കണ്ടോ? അനാലിസിസ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ്, കഫീൻ ഫ്രം ടീ ഡസ്റ്റ്, സ്റ്റാർച്ച് ഫ്രം പൊട്ടറ്റോ, അതുപോലെ കാൽഷ്യം സിട്രേറ്റ് ഫ്രം ലെമൺ ജ്യൂസൊക്കെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. കസീൻ ഫ്രം മിൽക്ക്, പെക്റ്റിൻ ഫ്രം ലെമൺ പീല്, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ലാബിൽ. അതുപോലെ ഈ മോർഫോളജി ആൻഡ് ഹിസ്റ്റോളജി സ്റ്റഡീസ് ഉണ്ട്. സിങ്കോണ, സിനമൺ, സെന്ന, ക്ലോ, എഫിഡ്ര, ഫെനൽ, കൊറിയാണ്ടറൊക്കെ. അതിൻ്റെ ഈ പൗഡർ പോലെ മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് നോക്കുമ്പം വി നീഡ് ടു ഐഡൻറ്റിഫൈ ഏത് ക്രൂഡ് ഡ്രഗ് ആണ് ഇതെന്നുള്ളത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ പ്രാക്ടിക്കലും കാര്യങ്ങളും. പിന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടാക്സസ്, ടീ, ടൊബക്കോ, അതുപോലെ ടോൾസി, വസാക്ക, ടർമറിക്, വിങ്ക, ഇതിൻ്റെയൊക്കെ പടവും അതിൻ്റെ ബയോളജിക്കൽ സോഴ്സിൻ്റെ ആ ഒരു പേരുമാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു പിക്ചറൊക്കെ വെച്ച് പഠിക്കണം. വിങ്ക എന്നിപ്പം മനസ്സിൽ പറയുമ്പോൾ തന്നെ ഓക്കെ അത് ശവനാറിപ്പൂ എന്നറിയപ്പെടുന്നതാണ്. ഒരു പിങ്ക് കളറിൽ വെള്ള കളറിലൊക്കെ അവിടെ വീടുകളിലുള്ളതാണ്. അത് ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. കാണുമ്പോൾ അതിങ്ങനെ ഇരിക്കും. നമ്മൾ അങ്ങനെ പഠിക്കണം, മനസ്സിലായി? അപ്പോൾ ടർമറിക്ക് മഞ്ഞൾ, അപ്പോൾ കുർക്കുമ, ലോങ്ങ, ഓക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കാണുന്നത് റൈസോമാണ്, സിങ്കിബറേസി കുടുംബത്തിൽപ്പെട്ടതാണ്. വി നീഡ് ടു റിക്കളക്ട് ലൈക്ക് ദാറ്റ്. അല്ലാതെ നമ്മൾ തിയററ്റിക്കലി ടർമറിക്ക്, വിങ്ക അങ്ങനെ ജസ്റ്റ് കാണാതെ പഠിക്കരുത്. നമ്മളെ മനസ്സിലാക്കി അതെങ്ങനെയാണ് ആ സംഭവം ഇരിക്കുന്നത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കലും മറക്കത്തില്ല. നമുക്ക് പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലോട്ട് വരും. അത് ആ ബയോളജിക്കൽ സോഴ്സും അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ. അതുപോലെ കുറേ ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്സിലൊക്കെ അതിൻ്റെ ഈ ഒരു പിക്ചേഴ്സും അതുപോലെ തന്നെ സോഴ്സും യൂസസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കെമിക്കൽ കോൺസ്റ്റുവൻസും അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഉൾപ്പെടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം AN കാലിയ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ഫാർമക്കോഗ്നോസി ഉണ്ട്. അതുപോലെ എസെൻഷ്യൽസ് ഓഫ് ഫാർമക്കോഗ്നോസി ഡോക്ടർ SH അൻസാരി 2nd എഡിഷൻ. ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫാർമക്കോഗ്നോസി ബൈ CK കൊക്കാറ്റി. കൊക്കാറ്റിയുടെ ഒക്കെ ഞങ്ങൾ സ്ഥിരം നോക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഒരു പപ്പായയുടെ പടമൊക്കെ ഉള്ള ഞങ്ങൾ സ്ഥിരം ലൈബ്രറി പോകുമ്പം കൊക്കാറ്റെ എന്തേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് തന്നെ. സോ എന്നാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആ ഒരു ഒറ്റ പുസ്തകത്തിലെല്ലാം കിട്ടണമെന്നില്ല. നമ്മൾ കുറേ ബുക്സ് റെഫർ ചെയ്യുമ്പോഴായിരിക്കും നമുക്കിപ്പം ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്.
സോ ദ ഫിഫ്ത്ത് സബ്ജക്റ്റ് ഈസ് ദ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഉണ്ടോ നിയമങ്ങളൊക്കെ പഠിക്കുന്നത്? ഫാർമസ്യൂട്ടിക്കൽ പരമായിട്ടുള്ള എല്ലാ ലോസ് ആൻഡ് ലെജിസ്ലേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. ദിസ് കോഴ്സ് ഈസ് ഡിസൈൻഡ് ടു ഇമ്പാർട്ട് ബേസിക് നോളജ് ഓൺ സെവറൽ ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷൻസ് റിലേറ്റഡ് ടു ദ പ്രൊഫഷൻ ഓഫ് ഫാർമസി ഇൻ ഇന്ത്യ. നമ്മൾ പഠിക്കുന്ന നിയമങ്ങളൊക്കെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ചാപ്റ്റർ, അതൊരു ആക്റ്റ് ആയിരിക്കും, മനസ്സിലാവും, ഒരു നിയമമായി. ഇപ്പം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940, അതിൻ്റെ റൂൾസ് വന്നത് 1945. അപ്പോൾ അതായിരിക്കും യൂണിറ്റ് 1 യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 ഫാർമസി ആക്ട് ഉണ്ടോ, അത് ഏത് വർഷമാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ്, ഒഫൻസസ്, പെനാൽറ്റീസ്, അങ്ങനെ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് 1955. ഈ വർഷങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, ഏത് ഇയറിലാണ് ഈ ആക്ട് നിലവിൽ വന്നത്. അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഒഫൻസസ്, പെനാൽറ്റീസ് ഒക്കെ ഉണ്ടായി പഠിക്കണം. അതായത് ആദ്യത്തെ വട്ടം നമ്മൾ തെറ്റ് ചെയ്യുമ്പം എത്ര രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ജയിൽവാസം ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. മാത്രമല്ല അതിനെന്തില്ല, പ്രാക്ടിക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ തലേദിവസമായിരിക്കും ഈ വിഷയം എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ കാണും പഠിക്കാനായിട്ട്. നമ്മൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു പോകും. ഫസ്റ്റ് ടൈം അല്ലേ നമ്മളിങ്ങനെ ജൂറിസ്പ്രുഡൻസ്, ഈ ലോസ് ലെജിസ്ലേഷൻസ് ഒക്കെ നോക്കുന്നത്. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് ദ പ്രഗ്നൻസി ആക്ട് ഉണ്ട്, 1971, 1975 റൂൾസ് ഒക്കെ വന്നു. ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ്, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ് അതോറിറ്റി, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ വർഷങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരിക്കുമെന്ന് ചോദിച്ചാൽ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. തിങ് ഈസ് ദാറ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാ? 1947. സോ അതിൻ്റെ അടുത്ത വർഷമാണ് നമുക്ക് ഫാർമസി ആക്ട് വന്നതെന്ന് പഠിച്ചാൽ മതി, 1948. പിന്നെ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്, നമ്മൾ സാധാരണ ഈ ടോയ്ലറ്റ് യൂസിനൊക്കെ പോകുമ്പോൾ 5 രൂപ ഒക്കെ കൊടുക്കത്തില്ലേ, അല്ലെങ്കിൽ 5 രൂപ 10 രൂപയൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്താൽ മതി, 1955. സോ 55. അപ്പോൾ എവിടെ ചെന്നാലും മനസ്സിലായോ, 5. അപ്പോൾ ആ ഒരു 5ൻ്റെ നോക്കുമ്പോൾ ആ ഒരു മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. അപ്പം 85 ആ ഒരു ഇത് ചോർത്താൽ മതി. ഓക്കെ, 85. അപ്പം നർക്കോട്ടിക്സ് 85 നർക്കോട്ടിക്സ് എന്നുള്ള രീതിയിലാണ്. മാജിക് റെമഡീസ് ആക്ട് 1954 എന്ന രീതിയിൽ പഠിച്ചാൽ മതി. റൂൾസൊക്കെയാണ് പിന്നീട് ഈ 55, 63 വന്നിട്ടുള്ളത്. പിന്നെ പ്രിവെൻഷൻ ഓഫ് ദി ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. അപ്പം 60 ആനിമൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവണം. അപ്പോൾ ഇന്ന ആക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഇന്ന വർഷമായിരുന്നു എന്നുള്ളത്. ഓക്കെ, തിങ് ഈസ് ദാറ്റ് നമുക്കിതൊക്കെ PSCക്ക് പഠിക്കാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്സ് എല്ലാം. ഇവൻ തോ നമ്മളിപ്പം ഈ ഒരു BPharmൽ ഇത്രയും 8 സെമ്മിൽ ഈ ഒരു സെമ്മിൽ മാത്രമേ നമ്മൾ ഈ വിഷയം പഠിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. ഓക്കെ, ഏത് വർഷമാണെന്നും ഇപ്പം PSCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ എലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് കാണും, മനസ്സിലായോ, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്, അതെത്ര പേരാണ്, അത് ആരൊക്കെയാണ്, ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത് ഇനിയും നമുക്ക് പഠിക്കാൻ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം, മറന്നു പോകരുത്. അതുപോലെ ഷെഡ്യൂൾസ്, ഷെഡ്യൂൾ A, B, അതുപോലെ X, U, V എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. G, H, M, N, P, T, U ഇഷ്ടംപോലെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെമ്മിനും പഠിക്കാനുണ്ട്. അതൊന്നും ഇപ്പോൾ പഠിച്ച് മറക്കാനുള്ളതല്ല. ഓക്കെ, അത് ജീവിതകാലം അത് ഓർത്തിരിക്കണം ആസ് എ ഫാർമസിസ്റ്റ്. കണ്ടോ ഷെഡ്യൂളൊക്കെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? ഷെഡ്യൂൾ G എന്ന് പറയുമ്പോൾ നമ്മളൊരു മരുന്നെടുത്ത് നോക്കണം, നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് കാണും ഷെഡ്യൂൾ G, ഷെഡ്യൂൾ H ഒക്കെ, കണ്ടോ? അപ്പോൾ ഷെഡ്യൂൾ N എന്ന് പറയുമ്പോൾ ഒരു ഫാർമസി റൺ ചെയ്യേണ്ട രീതിയിൽ ഫെസിലിറ്റീസ്, എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ N. ഒരു മരുന്നിൻ്റെ ലൈഫ് പീരീഡ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ P എന്ന് പറയുന്നത്. പിന്നെ ഒരു ന്യൂ ഡ്രഗ്സിൻ്റെ ക്ലിനിക്കൽ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പറയുന്നതാണ് ഷെഡ്യൂൾ Y. അങ്ങനെ ഓരോ ഷെഡ്യൂൾസിനും അതിൻ്റേതായ എന്തുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സെം ടെക്സ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഫോറൻസിക് ഫാർമസി ബൈ B. സുരേഷ് and Handbook of Drug Law by M.L. Mehra, Textbook of Forensic Pharmacy by B.M. Mithal. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ
റെഫറൻസ് ടെക്സ്റ്റ് ബുക്സും നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൽ അവൈലബിൾ ആണ്. സോ 5ാമത്തെ സെമ്മിൽ 5 വിഷയമുണ്ട്. അതിൽ 5ാമത്തെ വിഷയമാണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണെന്നും ഒരു മനസ്സിലായോ? എങ്ങനെയൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന ഭാഗത്ത് ഇങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഫാമലോക, യു ആർ ദ ഹീറോ ഓഫ് യുവർ ഓൺ ലൈഫ് സ്റ്റോറി, നെവർ ഗീവ് അപ്പ്. ഓക്കെ, ഇതൊന്നും കണ്ട് തളരരുത്. നമ്മളിതെല്ലാം പഠിച്ച് പാസ്സായി ഓരോ സെമ്മും സപ്ലി ഇല്ലാതെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതിൽ ഒന്നുകൊണ്ട് നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ. അപ്പം നമുക്ക് സപ്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അപ്പം തന്നെ അത് അടുത്ത എക്സാം തന്നെ നമ്മൾ എഴുതിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിനോർത്ത് നോ ടെൻഷൻ. ഓക്കെ, യുവർ ലൈഫ് ആണ്. അപ്പം സോ യു ആർ ദ ഹീറോ. നമ്മൾ എന്താ പറയുക, തളരരുത്. ഇങ്ങനെയാണ്, എന്തായാലും പഠിച്ചു, നമ്മൾ ബിഫാം എടുത്തു. സോ 8 സെമ്മ് നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റൂ. ഓക്കെ, നമുക്ക് നമ്മളെ ഉള്ളൂ. ആ ലാസ്റ്റ് എക്സാം മൊമെൻ്റ് ആകുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ആരും കാണത്തില്ല സഹായിക്കാനായിട്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും പഠിക്കുമ്പോഴൊക്കെ. എന്തെങ്കിലും ഒരു വീഡിയോസ് ഇപ്പം പറഞ്ഞില്ലേ, വിഷ്വലൈസ് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമുക്ക് പഠിപ്പിക്കുന്ന ചാനൽസ് കണ്ടതുപോലെ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ലേൺ. നമ്മൾ സ്വന്തമായിട്ട് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിലോട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലായി? നമ്മൾ വായിക്കുക, എഴുതുക എന്നതിലുപരി ഇഫ് വി ആർ ടീച്ചിങ് ദ ടോപ്പിക് ടു അതേഴ്സ്, നമുക്കത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലോട്ട് പതിക്കാൻ പറ്റും. Okay, so that's today's tip and thank you. Have a nice day. So for the next video, we will see you. Okay, stay healthy and be happy.